സ്നേഹിതരെ, നമ്മളൊക്കെ അറിഞ്ഞ, മനസ്സിലാക്കിയ, പഠിച്ച ഈ രൂപത്തിലുള്ള ഹംസ അല്ലാതെ ഖുർആനിൽ മറ്റൊരു ഹംസ കൂടെ ഉണ്ട്. നമുക്ക് നോക്കിയാലോ. ഖുർആനിൽ രണ്ട് വിധത്തിലുള്ള ഹംസകളുണ്ട്. ഒന്ന് ഹംസത്തുൽ ഖത്തഇയ്യ. ഇത് ഖുർആനിലെ പദങ്ങളുടെ തുടക്കത്തിലും ഇടയിലും അവസാനത്തിലും പല രൂപങ്ങളിലായിട്ട് കാണാവുന്നതാണ്. അലിഫിന് മുകളിലും യാന് മുകളിലും വാവിന് മുകളിലും അല്ലാതെയൊക്കെ ഹംസയെ പല ഹർക്കത്തുകളിലായിട്ട് പല സ്ഥലത്തും നമുക്ക് കാണാൻ കഴിയും. മറ്റൊന്നാണ് ഹംസത്തുൽ വസ്ൽ. ഇത് ഖുർആനിൽ പദങ്ങളുടെ തുടക്കത്തിൽ മാത്രമേ കാണൂ. മാത്രമല്ല, ഈ ഹംസ ഉള്ള പദം മറ്റൊരു പദത്തിനോട് ചേർത്ത് വായിക്കുമ്പോൾ ഹംസ ഇല്ലാതാവുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ ഹംസയെ വായിക്കപ്പെടുക അൽ ഫജ്ർ എന്നാണ് വായിക്കുക. നേരെ മറിച്ച് ഒരു വാവ് ഇതിനോട് ചേർന്ന് വന്നാൽ വൽ ഫജ്ർ എന്നാവും. ഇസ്തഗന. ഓക്കെ, ഈ ഇസ്തഗന എന്നുള്ളതിൽ കൂടെ ഒരു വാവ് കൂടി ചേർന്ന് വസ്തഗന എന്നാവും. അപ്പൊ ആ ഹംസ അവിടെ ഇല്ലാതായി. വസ്തഗന. ഇപ്പൊ മനസ്സിലായില്ലേ? ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ ഖുർആനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ ഫോളോ ചെയ്ത് വെച്ചോളൂ.